എന്തുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നലെ നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ചയാണെങ്കിൽ നമ്മളൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ട് തിരക്കായി. അതുകൊണ്ട് വൈകുന്നേരം മാത്രം ഒരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഒത്തിരി വീഡിയോകൾ ഉണ്ടായിരുന്നടേ, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, യാത്രാക്ഷീണമായിപ്പോയി. എന്നാലും ദൃശ്യം നമ്മൾ വിട്ടില്ല, ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്തു. നമ്മുടെ സബ്സ്ക്രൈബർമാരിൽ ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അതാണ് നമ്മൾ സമയം ഉണ്ടാക്കി ഇന്നലെ ചെയ്തത്. ബാക്കി പല വീഡിയോകളും ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു. തിങ്കളാഴ്ച ആണെങ്കിൽ നമുക്കല്പം തിരക്ക് കുറവുണ്ട്, അതുകൊണ്ട് ഇന്ന് കുറച്ച് വീഡിയോ എങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ഇരിക്കും. എന്തുമാത്രം ഫലവത്താകും എന്നറിയില്ലല്ലോ. മനുഷ്യൻ എപ്പോഴാണ് വിധം മാറുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥയും. അപ്പം നമുക്ക് ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട ഇന്നലത്തെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ദൃശ്യം ഇന്നലെ ഒരു കൊലത്തൂക്ക് കളക്ഷൻ നേടുമെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അത് ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നത്. 1,78,00,000 രൂപയാണ് ഇന്നലെ ദൃശ്യം കളക്ട് ചെയ്തത്. അതിന് മുമ്പത്തെ ശനിയാഴ്ച ദിവസം 1,38,00,000 ആണെങ്കിൽ ഇന്നലെ 1,78,00,000 രൂപ കളക്ട് ചെയ്തു. അപ്പം ട്രാക്കിംഗ് കളക്ഷനൊക്കെ കൃത്യമായിട്ട് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലായിരുന്നു, അത് കളക്ഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അങ്ങനെ ദൃശ്യം കേരളത്തിൽ നിന്ന് മാത്രമായി 86 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 86 കോടി കടന്ന ദൃശ്യം ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ 90 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇന്ന് കളക്ഷനൊക്കെ വളരെ കുറവാണ്, കാരണം തിങ്കളാഴ്ച ദിവസമാണ്. അതുപോലെ 3 ആഴ്ച പിന്നിടുന്നിടേ. അപ്പം വീണ്ടും കളക്ഷൻ കൂടണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അത് ഏകദേശം 50 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ആയിരിക്കാം ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഇന്നുകൊണ്ട് ഒരുപക്ഷെ 86-87 കോടിയിലേക്ക് അടുക്കാനുള്ള സാധ്യതയുണ്ട്. കാത്തിരുന്ന് കാണാം. അങ്ങനെ 90 കോടി എത്തുമോ അതോ 100 കോടിയിലേക്ക് കടക്കുമോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നു 100 കോടിയിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. അപ്പം ഇന്നലത്തെ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് 36,420 ടിക്കറ്റ് 24 മണിക്കൂർ കൊണ്ട് വിറ്റുമാറിയായിരുന്നു. അത് മികച്ച രീതിയിലുള്ള ഒരു ടിക്കറ്റ് വിൽപ്പനയാണ്. കാരണം 3-ാമത്തെ ആഴ്ചയിൽ ഇങ്ങനെ ടിക്കറ്റ് വിൽക്കുക, ഇങ്ങനെ മുന്നേറുക എന്നൊക്കെ പറയുമ്പോൾ മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ്. അപൂർവം ചില മലയാള സിനിമകൾ മാത്രമേ ഇപ്പം തിയേറ്റർ ഓടുന്നുള്ളൂ. ഏതായാലും ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വാർത്തകളെല്ലാം വളരെ പോസിറ്റീവ് തന്നെയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. പിന്നെ വേൾഡ് വൈഡ് കളക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ ഗ്രോഫ് 123,47,00,000 രൂപയാണ്. ഓവർസീസ് കളക്ഷൻ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരുന്നില്ല. എന്നാലും 235 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിക്കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തു വരട്ടെ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം ദൃശ്യം വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല. ദൃശ്യങ്ങൾ ഇങ്ങനെ ദൃശ്യത്തിൻ്റെ അന്ത്യം കണ്ടതിന് ശേഷം, ദൃശ്യത്തിൻ്റെ അന്ത്യം എന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞത് ദൃശ്യം 3യുടെ തിയേറ്ററിൽ കളക്ഷൻ എത്രയാണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ നിർത്തത്തുള്ളൂ. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ നിർത്തത്തുള്ളൂ അല്ലേ. ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ, ദൃശ്യവുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇത് താല്പര്യമില്ലാത്ത, ഇവന് ദൃശ്യമേ ഉള്ളോ എന്ന് ചോദിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ കാണാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.